നമ്മള് തമിഴ്നാട് എത്തിയെന്ന് തോന്നുന്നു. കുറച്ച് തമിഴ് ഭാഷ സംസാരിക്കുന്നവരെ കണ്ടിട്ട്. അപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ വന്നിട്ട് പെട്രോൾ പല്ല് തേക്കാനും ഫ്രഷ്. എല്ലാ വട്ടം ട്രിപ്പ് പോകുമ്പോഴും കുക്കിംഗ് ഒക്കെ നമ്മൾ തന്നെയാണ്. ഒരു സ്ഥലത്ത് സ്റ്റേ, അങ്ങനെ കുക്കിംഗ് അതൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ബസ് സ്റ്റാൻഡ് ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് ഗ്യാസ് ഉണ്ട്, ഗ്യാസിന്റെ ഷോപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. നിങ്ങളെ ഹൃദയ ചേച്ചി കരയുന്നത് എന്താ കരയണ്ടേ? ഇത് എന്നാ പറയാ, എന്തിനാ കരയുന്നേ? കാണിക്കൂ നിങ്ങളെ കണ്ണുകൾ. കരച്ചില് മാത്രല്ല, ഉള്ളി മുറിക്കുമ്പോ അവൾ തുമ്മുകയും ചെയ്യും. ആ കയ്യെന്നൊന്ന് കണ്ണിലിട്ടെ. വീട്ടിലുള്ള പണിയെടുത്ത് ആരെങ്കിലും കരയും. അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ മുറിച്ചിട്ടെടുത്തപ്പോൾ ഞാനും കൂടെ കരഞ്ഞാന്ന്. അതാണ് ഈ കണ്ണനെടുത്ത് വീഡിയോ ഇട്ടത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന്, ഫുഡൊക്കെ ഉണ്ടാക്കുന്ന നേരം എല്ലാവരും കൂടെ എന്തൊക്കെയോ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി നേരെ വണ്ടി കയറ്റി. കുറേ കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വിട്ട് പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്താക്കി റെഡിയാവുക വെച്ച്. പിന്നെ കൊടൈക്കനാലെത്തല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ചെക്കിംഗ് ഒക്കെ ഉണ്ടായി. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ കൊച്ച് ഫ്രീ ആയിട്ടത് എന്നോടെ കഴിച്ചിട്ട് ഓസിക്കിട്ടാണ് സാധനം കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഒന്ന് റെഡി ആവാന്നൊക്കെ വെച്ച് ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ഇട്ടു. കാരണം നല്ല ആൾക്കാർ കാണുമല്ലേ. അങ്ങനെ പോയി ഒരു വാട്ടർഫോൾസിൻ്റെ ഒക്കെ നിന്ന്. പിന്നെ വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഇതിൻ്റെ പരിപാടി കുരങ്ങനെ കാണുന്നു, തിരിച്ചു വരുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഒരു ലേക്കിൻ്റെ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്നു. പിന്നെ മറ്റേ സൈക്കിളൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ആ സിംഗിൾ സൈക്കിൾ, ഡബിൾ സൈക്കിളൊക്കെ ഇല്ലല്ലേ, അങ്ങനെയൊക്കെ ഓടിച്ച് നല്ല രസമുണ്ടായിരുന്നു അത്. പക്ഷേ കുറച്ച് കൂടുതൽ സമയം ഓടിച്ചപ്പോൾ വീട്ടുകാരടുത്ത് നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കുറേ സമയം അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത്. പിന്നെ സ്റ്റേ ഒക്കെ ഇവിടെ ആയിരുന്നു. ബാക്കി അടുത്ത